ജീവിതത്തിൻ്റെ രണ്ടറ്റവും മുട്ടിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഈ ഗൾഫ് രാജ്യത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇടുക്കി സ്വദേശിനി ആശയും 7 വർഷമായി UAE എത്തിയിരിക്കുന്നത്. ഷാർജയിൽ ഒരു ടൈലറിംഗ് കമ്പനി, ടൈലറിംഗ് സ്ഥാപനം, ലേഡീസ് ടൈലറിംഗ് സ്ഥാപനം ഇവർ നടത്തുകയാണ്. കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ, അതായത് കൊറോണ മൂർധന്യ ആ അവസ്ഥയിലെത്തിയ സമയത്ത് ഇവിടെ ജോലി അന്വേഷിച്ച് പാലക്കാടുള്ള ഒരു ഇക്ക വരികയും ആ ഇക്കയ്ക്ക് ജോലി കൊടുക്കുകയും നാളിതുവരെയായി നല്ല രീതിയിൽ ഇവർ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് പെട്ടെന്ന് നാട്ടിൽ പോകേണ്ട ആവശ്യം വന്നപ്പോൾ നാട്ടിൽ പോയി വരുമ്പോഴത്തേക്കും ആ ഇക്ക ഇവിടെയിൽ നിന്ന് ഇവിടെയുള്ള സൂക്ഷിപ്പുള്ള പണവും അതുപോലെ തന്നെ സ്വർണവും അതോടൊപ്പം തന്നെ പാസ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ ഇവർ കമ്പനി അറിയാതെ എടുത്ത് പാലക്കാടേക്ക് മുങ്ങിയിരിക്കുകയാണ്. പാലക്കാട് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പാലക്കാട് SP ഓൾറെഡി പരാതി നൽകിയിട്ടുണ്ട്. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഇവർ പാലക്കാട് SP നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിലുള്ളവർ ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം. ഒരു കാരണവശാലും ഇത്തരത്തിലെ തട്ടിപ്പും വഞ്ചനയും നടത്താൻ വേണ്ടി ഇവിടെ ജോലിക്ക് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇവിടെ വരുന്നവരോ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. ഇനി മറ്റു കാര്യങ്ങൾ നമുക്ക് ചേച്ചിയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചി തന്നെ കാര്യങ്ങൾ പറയട്ടെ. 1.5 വർഷമായി കൊറോണ സമയത്താണ് ജോബ് അന്വേഷിച്ച് ഇവിടെ വരുന്നത്. നമ്മൾ അവർക്ക് ട്രയൽ കൊടുത്ത ശേഷം അവർക്ക് വിസ കൊടുത്തു. 1.5 വർഷമായി ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവർ നമ്മുടെ കൂടെ. ഞാൻ കഴിഞ്ഞ ദിവസം എമർജൻസി ആയിട്ട് ഞാൻ ഫെബ്രുവരി 16 നാട്ടിൽ പോയി. ഞാൻ മാർച്ച് 12 ഞാൻ തിരിച്ചെത്തുന്നത്. ഒരു കുഴപ്പമില്ലാണ്ട് ഷോപ്പ് നല്ല രീതിയിൽ നോക്കിയൊക്കെ പോവുകയായിരുന്നു. വന്ന ശേഷം നമ്മുടെ ഇവിടെ ഇരുന്ന ഒരു ഗോൾഡ് ഒക്കെ കൊണ്ടുപോയി ചേട്ടന് പണയം വെക്കാൻ കൊടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത്. ആ സാധനം തിരിച്ചു ചോദിച്ചു. നമ്മൾ വേറെ ഒരു പ്രശ്നമില്ല, പുള്ളി പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ പുള്ളി എന്നോട് പറഞ്ഞു 2-3 ദിവസത്തിനുള്ളിൽ ഗോൾഡ് ഞാൻ തിരിച്ചു തരാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ അറിയുന്നില്ല. പറഞ്ഞു 18-ാം തീയതി വൈകിട്ട് 8 മണിക്കുള്ളിൽ ഗോൾഡ് തിരിച്ചെടുത്ത് തരാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളി പണിയെടുത്തുകൊണ്ടിരുന്നു. 19-ാം തീയതി രാവിലെ പുള്ളി ഇവിടെ വന്നു. ഞാനില്ലാത്ത സമയത്ത് പുള്ളിയുടെ കയ്യിലാണ് 1.5 വർഷമായിട്ട് ഷോപ്പിൻ്റെ ചാവി. പുള്ളി രാവിലെ 7 മണിക്ക് ഷോപ്പ് തുറക്കും, വൈകിട്ട് അപ്പോൾ രാവിലെ നേരത്തെ വരുന്നതുകൊണ്ട് വൈകിട്ട് പോകും, രാത്രി പിന്നെ ഷോപ്പ് അടയ്ക്കുന്നതോടെ വരെ ഞാനാണ് ഉണ്ടാകാറ്. അപ്പോൾ പുള്ളി വന്നു, രാവിലെ കട്ടിങ് എടുത്ത് വെച്ചു. അടുത്ത സ്റ്റാഫിനോട് പറഞ്ഞു ഞാൻ പോയി ഗോൾഡ് എടുത്തിട്ട് വരാം, അതുകൊണ്ട് മേഡം വരുമ്പോൾ പറഞ്ഞേരും, ഒരു 10:30 ആവുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ വന്നു. അബൂക്കനെ ഇക്കായെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാനൊരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വരും, എന്നിട്ട് പീസ് അടിച്ച് തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു. വൈകിട്ട് 8 മണി 9 മണി വരെ പുള്ളി വന്നില്ല. വിളിച്ചപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴും നമുക്കൊരു ഡൗട്ടില്ല. ഒരു 10-11 ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മിഷനിൽ ഒരു കാർഡ് കിടക്കുന്നു. അപ്പം നമ്മുടെ ജ്വല്ലറിയുടെ കാർഡ്, പുള്ളി ഗോൾഡ് കൊണ്ട് പണയം വെച്ചിരിക്കുന്നത്. അത് 2000 ദിർഹംസിനാണ് പുള്ളി 28/2/2022 പണയം വെച്ചിരിക്കുന്നത്. അപ്പോഴും എനിക്ക് തോന്നി ഇനി ഗോൾഡ് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയായിരിക്കും ഈ കാർഡ് ഇവിടെ വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ മൈൻഡിൽ. അപ്പം ഞാൻ പിന്നെയും വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല, ബെല്ലുണ്ട്. ഞാൻ ഷോപ്പ് അടച്ചിട്ട് 11:30 പോയി. ഞാൻ തിരിച്ച് രാവിലെ വന്നു. ഞാൻ പുള്ളിനെ വിളിക്കുമ്പം നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു എൻഗേജ്ഡ് ടൂണാണ്. അപ്പം ഞാൻ അപ്പോഴും എനിക്കൊരു ഡൗട്ടില്ല, പാസ്പോർട്ട് എൻ്റെ കയ്യിലായിരിക്കുന്നു. അപ്പം അതെടുത്തിട്ട് പോകും, അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും എൻ്റെ മൈൻഡിലില്ല. അപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ പുറത്ത് ടൈലിൽ പുള്ളി ചാവി വെച്ചിരിക്കുന്നു. അപ്പം ഈ ചാവിയും കണ്ട് ഈ കാർഡും കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ബാഗ് വന്ന് തുറന്നു നോക്കിയപ്പോൾ പാസ്പോർട്ടില്ല, പേഴ്സിൽ വെച്ചിരിക്കുന്ന പൈസയും ഇല്ല. അങ്ങനെ എത്ര എമൗണ്ടാണ് മൊത്തത്തിൽ? പേഴ്സിലിരുന്ന എമൗണ്ട് 11,680 ദിർഹംസ് എണ്ണി വെച്ചാണ് എണ്ണി വെച്ചിരുന്നതാണ്. അതിൽ 11,000 ദിർഹംസ് പേഴ്സിലില്ല. അതുകൂടാണ്ട് ഇവർക്ക് ഓൾറെഡി ഞാൻ 8,000 ദിർഹംസ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ വിസയുടെ പൈസ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. മകന് 2 വിസിറ്റ് എടുത്ത് കൊടുത്തു. പിന്നെ അഡ്വാൻസ് ഈ നാട്ടിൽ പോയിട്ട് വരുമ്പോഴും 2,800 ദിർഹംസ് പുള്ളി അഡ്വാൻസ് എടുത്തിരിക്കുകയാണ്. പണിയെടുത്തിരിക്കുന്ന 1,630 ദിർഹംസിനാണ് പണിയെടുത്തിരിക്കുന്നത്. അഡ്വാൻസ് 2,800 എടുത്തിട്ടുണ്ട്. അതിനും ഞാനൊന്നും പറഞ്ഞില്ല. അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അതും ഈ പൈസ എല്ലാം വന്നത് ഇക്കാടെ തന്നെയാണ്. എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തരുകയും ചെയ്തു. പാസ്പോർട്ട് പൈസ എല്ലാം എൻ്റെ തിരിച്ചു തന്നു. ഞാൻ ബാഗ് വെച്ചു. പക്ഷേ നമ്മുടെ കൂടെ നിന്ന് അവർ ഇത്രയും നമ്മളോട് ചതി ചെയ്ത് നമുക്ക് ഒരിക്കലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ക്യാമറ ഇല്ലായിരുന്നു, കല്യാണിൻ്റെ ക്യാമറ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ പുള്ളി ഒരു 3 മണി ടൈമിങ്ങിൽ ഇവിടെ വന്ന് ഡോറ് തുറന്ന് ചാവിയും പുറത്ത് വെച്ചിട്ടോ. പക്ഷേ നമ്മളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പം
എനിക്ക് അതിന് വേണ്ട ആ പൈസ തിരിച്ചു കിട്ടാൻ അത്രയും കഷ്ടപ്പാട് കഴിച്ച് നമ്മളുണ്ടാക്കുന്ന പൈസയാണ് ഇവിടെ നിന്ന്. അവർക്കും അറിയാം, അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും. അവർ നാട്ടിൽ വിട്ടപ്പോൾ ഞാൻ അവർക്ക് ടിക്കറ്റ് ഉൾപ്പെടെ അവരുടെ വീട്ടിലേക്ക് വേണ്ട സർവ്വ സാധനവും മേടിച്ചു കൊടുത്ത് ഞാൻ നാട്ടിൽ പറഞ്ഞു വിട്ടാണ്. ഒരു പ്രശ്നം 1.5 വർഷമായിട്ട് എൻ്റെ അടുത്തില്ല അവർക്ക്. എന്നിട്ട് അവരിപ്പം ഇത് ഒരു ആശക്ക് മാത്രമല്ല, ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന മുതലാളിമാർക്ക് ഇവിടങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ പാലക്കാട് സ്വദേശി അതൊന്ന് മനസ്സിലാക്കി ഈ സ്ത്രീയുടെ ആഭരണങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ എടുത്തിരിക്കുന്ന പണവും അവർക്ക് തിരിച്ചേൽപ്പിക്കണം. ഇനി നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർ ഇക്ക എന്നാണ് പറയുന്നത്. ഒരു അച്ഛന്റെ സ്ഥാനമാണ് ഇവർ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഇവിടെ നിങ്ങളുടെ പ്രയാസം കൊണ്ട് നിങ്ങൾ എടുത്തു പോയതെങ്കിൽ പോലും നിങ്ങൾ അത് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തിട്ട് ഇവരെടുത്ത് അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയതാണെങ്കിൽ ആ സാധനം എനിക്ക് തിരിച്ചു താട്ട്. അപ്പോഴും എന്നോട് പറഞ്ഞു എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ സെറ്റിൽമെന്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ. അപ്പോഴും അവർ വീട്ടുകാർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മകനുണ്ട്, വൈഫുണ്ട്, അവരുടെ അളിയനുണ്ട്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേസ് കൊടുക്കല്, 10-20 വയസ്സായ പെങ്കൊച്ചുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സെറ്റിൽമെന്റ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞു. ഒരു 3-4 ദിവസം വിട്ട് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു അവരിപ്പോൾ വീട് നോക്കും കുടുംബം നോക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇനി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് അവിടെ അവരോട് മനസ്സാക്ഷി കാണിച്ചിട്ട് അപ്പോഴും ഇന്ന് അവരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നു. ചിലത് നിങ്ങൾ പറയുമ്പോൾ ഒരു അതായത് ചില ഇഷ്യൂസ് ഉണ്ട്. അതായത് നമ്മൾ ഒന്നും കൂടി ഒന്ന് വ്യക്തമായിട്ട് പറയാണ്. കാരണം നമ്മളിപ്പോൾ ആ ഇവിടെ നിന്ന് പോയിരിക്കുന്ന ഇക്കാന്റെ പേരോ അല്ലെങ്കിൽ നാട്ടിലുള്ള അഡ്രസ്സോ ഒന്നും പറഞ്ഞിട്ടില്ല. പാലക്കാട് സ്വദേശി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളത് പറയാഞ്ഞത് നാളെ സമൂഹത്തിൽ അതൊരു പ്രയാസം ഉണ്ടാക്കണ്ട, പ്രത്യേകിച്ചിട്ട് സത്യസന്ധമായിട്ട് നമ്മളൊരു സോഷ്യൽ പ്രവർത്തനം നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരുടെ പേരൊന്നും വ്യക്തമാക്കാതെ കൊടുക്കുന്നത്. അപ്പോൾ ആ എടുത്തിരിക്കുന്ന ഇക്ക ഇവിടെ ഇനി ജോലി ചെയ്യാൻ പോലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ ആ ഇക്കാക്ക് ഗ്യാരണ്ടി തരും. ജോലി ചെയ്ത് നിങ്ങൾ അധ്വാനിച്ച് കാശുണ്ടാക്കുക, അല്ലാതെ വല്ലവരുടെ മോട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കൊണ്ടുപോയിട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാമെന്നുള്ളത് ആ ഒരു ചിന്ത തീർച്ചയായും തെറ്റാണ്. ഇത് ലൈവിലേക്ക് വരുന്നത് പ്രത്യേകിച്ചിട്ട് ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളിൽ സൂപ്പർ മാർക്കറ്റിലായാലും ഗ്രോസറികളിലായാലും ഇത്തരത്തിലുള്ള കടകളിലായാലും കമ്പനികളിലായാലും നമ്മളുടെ പ്രവാസികളെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള മോഷണങ്ങളും തട്ടിപ്പും ഒരുപാട് പ്രത്യേകിച്ചിട്ട് പെരുകി വരുന്നുണ്ട്. പല കേസുകളിലും ഇപ്പോഴും ആൾക്കാർ ജയിലിൽ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ പോകാനാവാതെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തി നാട്ടിൽ പോകാനാവാതെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെ മുന്നിൽ വന്ന് ഞങ്ങൾ ഇതൊക്കെ അവിടെയും ഇവിടെയും നിന്നുള്ള ആൾക്കാരോടൊക്കെ കടമൊക്കെ വാങ്ങി ടിക്കറ്റൊക്കെ എടുത്ത് നാട്ടിലേക്കൊക്കെ കയറ്റി വരേണ്ട ഒരുപാട് അവസ്ഥ വരുന്നുണ്ട്. ഇവിടെയുള്ള ഒരു വലിയൊരു ഷാർജയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ മലയാളിയും അതോടൊപ്പം തന്നെ മറ്റൊരു നാഷണാലിറ്റിയും പൈസ ഡെയിലി കട്ടെടുക്കുകയും അവരിപ്പം മാസങ്ങളായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ആകെ കട്ടിരിക്കുന്ന 50,000 ദിർഹംസാണ് കട്ടിരിക്കുന്നത്. കമ്പനി മുതലാളി ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്ന 5 ലക്ഷം ദിർഹത്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കേസ് ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കിയത് ഡെയിലി ആ സൂപ്പർ മാർക്കറ്റിന്റെ ക്യാഷ് അവർ കാശ് എടുക്കുന്നത്. എടുത്തിരിക്കുന്ന 50,000 ദിർഹംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ 5 ലക്ഷം ദിർഹംസാണ് അവർക്കെതിരെ കേസ് വന്നിട്ടുള്ളത്. ഷാർജ സെൻട്രൽ ജയിലിൽ അവരുണ്ട്. അവരൊരു സ്ത്രീയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള കളവ് ഇവിടെ അത് ഇപ്പൊ നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ PCR എടുത്ത് പാസ്പോർട്ടും കൈ പിടിച്ചിട്ട് അവര് നിൽക്കുന്നതെന്ന് എനിക്കൊരു കുഞ്ഞു ഡൗട്ട് പോലും ഇല്ല. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യും നേരത്തെ. പക്ഷെ ഇവര് ഗോൾഡ് എടുത്തുകൊണ്ട് തരാന്ന് പറയുമ്പോഴും നമുക്കൊരു കുഞ്ഞു ഡൗട്ട് പോലും അവരുടെ മേലിലില്ല. അതിനനുസരിച്ച് 1.5 വർഷമായിട്ട് ഇന്നവരെ നീങ്ങി നിൽക്കാൻ പറയാൻ ഇക്ക ഇടവരുത്തിയിട്ടില്ല. നമുക്ക് ഒരു സങ്കടം വന്നാൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ ഒരാളെ നമുക്ക് ഡൗട്ട് അടിക്കാനേ ഇല്ല. ഇവർ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. നമ്മൾ പുറത്തുനിന്ന് 1-2 പേര് പറഞ്ഞു അവരിങ്ങനെ എമർജൻസി നാട്ടിൽ പോകുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല, അതിനകത്ത് അവർ പോയിട്ട് വന്നോളൂ. ജനുവരി 3-നാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ അവർക്ക് വേണ്ടി 2 മാസത്തെ പ്രഷറിൻ്റെ ഗുളികകൾ മേടിച്ചാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ എത്തുന്നത്. അത്രയും കാര്യമായിട്ട് കൊണ്ടുവരുന്നിട്ടാണ് നമ്മുടെ അടുത്ത് അവർ അത്രയും ചതി കാണിച്ചിട്ട് പോയത്. നമ്മൾ ഈ ഒരു ബിസിനസ് സംരംഭകരുടെ ഒരു വിഷമം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇവരെന്നെ ഇപ്പം ഒരു അരമണിക്കൂർ മുന്നേ ഇങ്ങനെ ഒരു വിഷയം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സഹോദരി വിഷമിക്കണ്ട, ഞങ്ങൾ വന്നിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ നോക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ആളിവിടെ ഇല്ലാത്തതിനാൽ ഇവർക്കെതിരെ നടപടികളിലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ കോടതിയിൽ കേസ് നടത്തി അതിനുശേഷം ആ ജഡ്ജ്മെന്റ് എടുത്ത് നാട്ടിലെത്തുമ്പോൾ സമയം എടുക്കും. പക്ഷെ ഇത് നമുക്ക് ഇത് ചെയ്ത് പിടിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെടുത്ത് അതിനുള്ള രേഖകളും കാര്യങ്ങളൊക്കെ വാട്സപ്പ്
ചാറ്റും പ്രൂഫുകളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് കാണുന്ന അവരുടെ ബന്ധുക്കൾ നിങ്ങളത് ഒഴിഞ്ഞു മാറരുത്. കാരണം വെച്ചാൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ബന്ധുക്കൾ, ഈ സ്ത്രീ പറയുന്നത് അവർക്കൊരു കല്യാണപ്രായം എത്തി നിൽക്കുന്ന ഒരു മകളുണ്ട്. അപ്പൊ അവളെ വിചാരിച്ചുകൊണ്ട് അവരെ പേരോ മറ്റുള്ള കാര്യങ്ങളോ ഇവർ പോലും പറയുന്നില്ല. അപ്പൊ ഈ സ്ത്രീയുടെ സങ്കടം നിങ്ങൾ മനസ്സിലാക്കണം. പ്രഷറിനുള്ള ഗുളിക പോലും നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഇക്കാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഏത് ഇക്കയായാലും അതൊന്ന് മനസ്സറിഞ്ഞ് ആ സ്ത്രീക്ക് കൊടുക്കാനുള്ള സംഭവം നാട്ടിലോ എവിടെയാന്ന് വെച്ചാൽ ഉത്തരവാദിത്തത്തോടു കൂടി രേഖാമൂലം അത് കൊടുത്ത് ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ നമ്മളെ ഇപ്പൊ ഇത് ഇന്ന് രാത്രി നാളെ രാവിലെ നിങ്ങൾ ഫ്ലൈറ്റ് നാളെ രാവിലെ പാലക്കാട് എസ്പിനെ ഡയറക്റ്റ് പരാതി നൽകിയിട്ടുണ്ട്. നാളെ രാവിലെ പാലക്കാട് എസ്പിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും കാര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടുന്ന് നീതി ലഭിക്കും. പാലക്കാട് SP വളരെ സമർത്ഥനായ SP ആണ്. നിങ്ങൾ നേരിട്ടിട്ട് പരാതി SP ഓഫീസിൽ കൊടുക്കുക, അതല്ലെങ്കിൽ DYSP ഓഫീസിൽ കൊടുക്കുക. അവർ നേരെ നിങ്ങളെ കംപ്ലൈന്റ് ഓൾറെഡി മറ്റേ സർട്ടൻ പോലീസ് സ്റ്റേഷൻ എവിടെ വരുന്നത് അപ്പൊ അവിടത്തേക്ക് കൊടുക്കുകയും അവിടെ കുടുംബക്കാരെ അവിടെ ആൾക്കാരൊക്കെ വിളിപ്പിച്ചിട്ട് തീർച്ചയായിട്ടും ഇൻഷാല്ലാ പരിഹാരം ഉണ്ടാവും. പരിഹാരം അഥവാ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് പോകാനുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ലീഗൽ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അത് വേണ്ടുന്ന രീതിയിൽ ഒന്ന് ഇത് അയൽവാസികളും ആൾക്കാരൊക്കെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ അതൊന്ന് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാക്കണം.